JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷ അടുത്ത ദിവസം 25-ാം തീയതി നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്. നിരന്തരമായിട്ട് അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അസസ്മെന്റ് ഇയർ റെഫേഴ്സ് ടു. അസസ്മെന്റ് ഇയർ അതായത് വിലയിരുത്തൽ വർഷം സൂചിപ്പിക്കുന്നത്. അസസ്മെന്റ് ഇയർ റെഫേഴ്സ് ടു. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. അസസ്മെന്റ് ഇയർ റെഫേഴ്സ് ടു നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്. എല്ലാവരും ഉത്തരം കണ്ടുപിടിച്ചു കാണും അല്ലേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് അസസ്ഡ് ആൻഡ് ടാക്സ്ഡ്. അസസ്മെന്റ് ഇയർ റെഫേഴ്സ് ടു ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് അസസ്ഡ്, അസസ്ഡ് ആൻഡ് ടാക്സ്ഡ്. അടുത്ത ചോദ്യം. പ്രീവിയസ് ഇയർ മീൻസ് അതായത് മുൻ വർഷം അർത്ഥമാക്കുന്നത്. എന്താണ് മുൻ വർഷം അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിനകത്ത് ഏതാണ് ശരിയായിട്ട് വരുന്നത്? പ്രീവിയസ് ഇയർ മീൻസ് മുൻ വർഷം അർത്ഥമാക്കുന്നത് എന്താണ്? ബോത്ത് ബി ആൻഡ് സി ആണല്ലേ. അതായത് ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് ഇയർ ബിഫോർ അസസ്മെന്റ് ഇയർ. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി. പ്രീവിയസ് ഇയർ മീൻസ് അർത്ഥമാക്കുന്നത് ബോത്ത് ബി ആൻഡ് സി. അടുത്ത ചോദ്യം. Which of the following is considered a person under the Income Tax Act? അതായത് ഈ താഴെ പറയുന്ന 4 ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷനിൽ ആരെയാണ് ആദായ നികുതി പ്രകാരം വ്യക്തിയായി കണക്കാക്കുന്നത്? ആരെയാണ് ആദായ നികുതി പ്രകാരം വ്യക്തിയായി കണക്കാക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ 4 ഓപ്ഷനകത്ത് ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓൾ ഓഫ് ദ എബവ്. അതായത് ഇൻഡിവിജ്വല്, കമ്പനി, ഫേം. ഓൾ ഓഫ് ദ എബവ് അതാണ് കറക്റ്റ് ആൻസർ. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം. ഇൻകം ഫ്രം സാലറി ഈസ് ടാക്സ്ഡ് ഓൺ. ഇൻകം ഫ്രം സാലറി ഈസ് ടാക്സ്ഡ് ഓൺ. അതായത് ശമ്പളത്തിൽ നിന്നുള്ള വരുമാനത്തിന് നികുതി ചുമത്തുന്നു. ഇൻകം ഫ്രം സാലറി ഈസ് ടാക്സ്ഡ് ഓൺ. എന്താണ്? ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഡ്യൂ ഓർ receipt basis whichever is earlier. Due or receipt basis whichever is earlier. അടുത്ത ചോദ്യം. Short term capital gain arises when asset is held for. അതായത് ആസ്തി ഇനി പറയുന്ന കാര്യങ്ങൾക്കായി കൈവശം വയ്ക്കുമ്പോൾ ഹ്രസ്വകാല മൂലധന നേട്ടം ഉണ്ടാകുന്നു. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് അറൈസസ് വെൻ എപ്പോൾ അസറ്റ് ഈസ് ഹെൽഡ് ഫോർ. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ. ലെസ് ദാൻ സ്പെസിഫൈഡ് പീരീഡ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് അറൈസസ് ലെസ് ദാൻ സ്പെസിഫൈഡ് പീരീഡ് അസറ്റ് ഈസ് ഹെൽഡ് ഫോർ. അടുത്ത ചോദ്യം. എ വേരിയബിൾ such as activity that causes cost over a given time. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെലവുണ്ടാകുന്ന പ്രവർത്തനം പോലുള്ള ഒരു വേരിയബിൾ. 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? എ വേരിയബിൾ such as activity that causes cost over a given time. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. കോസ്റ്റ് ബിഹേവിയർ. കോസ്റ്റ് ബിഹേവിയർ. അടുത്ത ചോദ്യം. The cost that is irretrievable by managerial actions and not relevant to current decision making. അതായത് ഈ മാനേജ്മെന്റ് നടപടികൾ വഴി ഒരു തിരിച്ചടയ്ക്കാൻ കഴിയാത്തതും നിലവിലെ തീരുമാനമെടുക്കലുമായി ബന്ധമില്ലാത്തതുമായ ചെലവ്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? സങ്ക് കോസ്റ്റ് ആണല്ലേ. ദ കോസ്റ്റ് that is irretrievable by managerial actions and not relevant to current decision making. Sunk cost. The value of benefit sacrificed in favor of an alternative course of action is. അതായത് ഒരു ബദൽ നടപടിക്കായി ത്യജിക്കുന്ന ആനുകൂല്യത്തിന്റെ മൂല്യം അതാണ് ചോദിച്ചിരിക്കുന്നത്. The value of benefit sacrificed in favor of an alternative course of action is
ഡാഷ് കോസ്റ്റ്. ഏത് കോസ്റ്റ് ആണ്? 4 കോസ്റ്റിനെ കൊടുത്തിട്ടുണ്ട്. ഏത് കോസ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണല്ലേ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണല്ലേ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. The method of recording the employee time that will be paid by the firm is known as. അതായത് സ്ഥാപനം ജീവനക്കാരന് നൽകുന്ന സമയം രേഖപ്പെടുത്തുന്ന രീതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? The method of recording the employee time that will be paid by the firm is known as. ഏതാണ് ശരി ഉത്തരം? ടൈം കീപ്പിംഗ്. ഏതാണ്? ടൈം കീപ്പിംഗ്. ഓർത്തിരിക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ മോഷൻ സ്റ്റഡി ടെക്നിക്ക്? അതായത് ഈ ആധുനിക ചലന പഠന സാങ്കേതിക വിദ്യയുടെ സ്ഥാപകൻ ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ മോഷൻ സ്റ്റഡി ടെക്നിക്ക്? ആരാണ്? ഫ്രാങ്ക് ബി ഗിൽബർട്ട്. ഫ്രാങ്ക് ബി ഗിൽബർട്ട് ആണ് ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ മോഷൻ സ്റ്റഡി ടെക്നിക്ക്. ഫ്രാങ്ക് ബി ഗിൽബർട്ട്. അടുത്ത ചോദ്യം, പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് അസസിങ് റിലേറ്റീവ് വാല്യൂസ് ഓഫ് ജോബ് ഈസ് നോൺ ആസ്. ജോലിയുടെ ആപേക്ഷിക മൂല്യങ്ങൾ പഠിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമുള്ള പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അറിയപ്പെടുന്നത് 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് അസസിങ് റിലേറ്റീവ് വാല്യൂസ് ഓഫ് ജോബ് ഈസ് നോൺ ആസ് ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അണ്ടർ ഹാൽസി പ്ലാൻ ബോണസ് ഈസ് പെയ്ഡ്. അതായത് ഹാൽസി പ്ലാൻ പ്രകാരം ബോണസ് നൽകുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? അണ്ടർ ഹാൽസി പ്ലാൻ ബോണസ് ഈസ് പെയ്ഡ് അറ്റ് 50% ഓഫ് ടൈം സേവ്ഡ്. അണ്ടർ ഹാൽസി പ്ലാന് ബോണസ് ഈസ് പെയ്ഡ് അറ്റ് 50% ഓഫ് ടൈം സേവ്ഡ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഫോർ ഡാഷ്. അതായത് കരാർ ചെലവിടൽ ആണ് ഏറ്റവും ഉചിതമായ ചെലവ് കണക്കാക്കൽ രീതി. ഏതാണ്? കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഫോർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അടുത്ത ചോദ്യം, വിച്ച് കോസ്റ്റ് മെത്തേഡ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ സിമന്റ് ഇൻഡസ്ട്രി? അതായത് സിമന്റ് വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ ചെലവ് കണക്കാക്കൽ രീതി ഏതാണ്? വിച്ച് കോസ്റ്റിംഗ് മെത്തേഡ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ സിമന്റ് ഇൻഡസ്ട്രി? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ആണ് ഏറ്റവും അനുയോജ്യമായ രീതി. അടുത്ത ചോദ്യം, കോസ്റ്റ് റിഡക്ഷൻ ഡിമാൻഡ്സ്. കോസ്റ്റ് റിഡക്ഷൻ ചെലവ് കുറയ്ക്കൽ ആവശ്യങ്ങൾ. കോസ്റ്റ് റിഡക്ഷൻ ഡിമാൻഡ്സ് 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ക്രിയേറ്റിവിറ്റി. കോസ്റ്റ് റിഡക്ഷൻ ഡിമാൻഡ്സ് ക്രിയേറ്റിവിറ്റി. അടുത്ത ചോദ്യം, എനിത്തിങ് ഫോർ വിച്ച് എ സെപ്പറേറ്റ് മെഷർമെന്റ് ഓഫ് കോസ്റ്റ് ഈസ് ഡിസൈർഡ് ആസ്. അതായത് ചെലവിന്റെ പ്രത്യേക അളവ് ആവശ്യമുള്ള എന്തും ഡാഷ്. ഏതാണ് ശരി ഉത്തരം? എനിത്തിങ് ഫോർ വിച്ച് എ സെപ്പറേറ്റ് മെഷർമെന്റ് ഓഫ് കോസ്റ്റ് ഈസ് ഡിസൈർഡ് ഈസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ്? ഓപ്ഷൻ ബി അല്ലെ, കോസ്റ്റ് മെഷർമെന്റ്. കോസ്റ്റ് മെഷർമെന്റ്. അടുത്ത ചോദ്യം, ഓവർ അബ്സോർപ്ഷൻ ഇൻ ഓവർഹെഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് റിസൾട്ട് ഇൻ. അതായത് ഈ ചെലവ് അക്കൗണ്ടുകളിൽ ഓവർഹെഡിൽ അമിത ആഗീരണം ഉണ്ടാകുന്നതിന് കാരണമാവുന്നു. ഏത് കാരണമാവുന്നു? ഓവർ അബ്സോർപ്ഷൻ ഇൻ ഓവർഹെഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട് റിസൾട്ട് ഇൻ. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി എ ആണല്ലേ, ഡിക്രീസ് ഇൻ കോസ്റ്റിംഗ് പോയിന്റ് കോസ്റ്റിംഗ് പ്രോഫിറ്റ്സ്. ഓവർ അബ്സോർപ്ഷൻ ഇൻ ഓവർഹെഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ കോസ്റ്റിംഗ് പ്രോഫിറ്റ്സ്. അടുത്ത ചോദ്യം, യൂണിറ്ററി എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ്. യൂണിറ്ററി എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ്. അതായത്
ഡിമാൻഡിന്റെ ഏകീകൃത ഇലാസ്തികത. ഏതാണ്? ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ഈക്വൽ ടു 1. യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 1. അടുത്ത ചോദ്യം, വിച്ച് വൺ ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഡിമാൻഡ്? അതായത് ഡിമാൻഡിന്റെ തരമല്ലാത്തത്, ഈ തറ പറയുന്ന 4 ഓപ്ഷനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിമാൻഡിന്റെ തരമല്ലാത്തത് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, സപ്ലൈ ഡിമാൻഡ്. സപ്ലൈ ഡിമാൻഡ് ആണ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഡിമാൻഡ്. ഇന്റേണൽ ചെക്ക് റെഫേഴ്സ് ടു, അതായത് ആന്തരിക പരിശോധന ഇനി പറയുന്നവയെ സൂചിപ്പിക്കുന്നു. എന്താണ് ആന്തരിക പരിശോധനയെ സൂചിപ്പിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഡിവിഷൻ ഓഫ് വർക്ക് എമോങ് സ്റ്റാഫ് ടു പ്രിവെന്റ് എറേഴ്സ്. റിവിഷൻ ഓഫ് വർക്ക് എമോങ് സ്റ്റാഫ് ടു പ്രിവെന്റ് എറേഴ്സ്. അടുത്ത ചോദ്യം, പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ് മെയിൻലി ഇൻക്ലൂഡ്സ്, അതായത് ഓഡിറ്റിന് മുമ്പുള്ള തയ്യാറെടുപ്പിൽ പ്രധാനമായും ഇവ ഉൾപ്പെടുന്നു. ഏതാണ് ഉൾപ്പെടുന്നത്? ഓഡിറ്റിന് മുമ്പുള്ള തയ്യാറെടുപ്പിൽ പ്രധാനമായും ഇവ ഉൾപ്പെടുന്നു. ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, സ്റ്റഡിയിങ് ക്ലയന്റ്സ് ബിസിനസ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ. അടുത്ത ചോദ്യം, ഓഡിറ്റ് പ്രോഗ്രാം ഈസ്, ഓഡിറ്റ് പ്രോഗ്രാം ഇതാണ്. ഏതാണ് ഓഡിറ്റ് പ്രോഗ്രാം? ഓഡിറ്റ് പ്രോഗ്രാം ഒരു ഡാഷ് ആണ്. എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം? എന്താണ്? ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റ് വർക്ക്. ഓഡിറ്റ് പ്രോഗ്രാം ഈസ് ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റ് വർക്ക്. അടുത്ത ചോദ്യം, ഓഡിറ്റേഴ്സ് മെയിൻ ഡ്യൂട്ടി ഈസ് ടു, ഓഡിറ്റേഴ്സ് മെയിൻ ഡ്യൂട്ടി ഈസ് ടു, എന്താണ് ഓഡിറ്ററുടെ പ്രധാന കടമകൾ? ഇവയാണ്. എന്താണ് ഓഡിറ്റേഴ്സ് മെയിൻ ഡ്യൂട്ടി ഈസ് ടു? എന്താണ്? എക്സ്പ്രസ് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എക്സ്പ്രസ് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അടുത്ത ചോദ്യം, ഇൻവെസ്റ്റിഗേഷൻ ഡിഫേഴ്സ് ഫ്രം ഓഡിറ്റ് ബിക്കോസ് ഇറ്റ്, അതായത് അന്വേഷണം ഓഡിറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാരണം. ഇൻവെസ്റ്റിഗേഷൻ ഡിഫേഴ്സ് ഫ്രം ഓഡിറ്റ് ബിക്കോസ് ഇറ്റ് എന്താണ്? ഈസ് ഡൺ ഫോർ സ്പെസിഫിക് പർപ്പസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.